നമസ്കാരം. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് UAE-യിലേക്ക് മാറ്റാനുള്ള പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിന്റെ അപേക്ഷ തള്ളി UAE. ടൂർണമെന്റിന്റെ നടത്തിപ്പിൽ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് സുരക്ഷാ ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതായി PTI റിപ്പോർട്ട് ചെയ്തു. PSL-ന് വേദിയാകാൻ UAE തയ്യാറാകാതിരുന്നതുകൊണ്ട് തന്നെ അത് PCBക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ-പാക് സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ PSL പോലെയുള്ള ഒരു ടൂർണമെന്റിന് വേദിയാക്കുന്നത് സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയാണ് UAE ബോർഡിനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി BCCI-യുമായി അടുത്ത ബന്ധമാണ് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വെച്ചു പുലർത്തുന്നത്. IPL മത്സരങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങളും അടക്കം UAE-യിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ PSL-ലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് വേദിയാകാൻ UAE തയ്യാറാവില്ലെന്നാണ് ഇപ്പോൾ PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പും പുറത്തു വന്നു കഴിഞ്ഞു. വിവിധ ഫ്രാഞ്ചൈസികളുടെ ഭാഗമായുള്ള വിദേശ താരങ്ങളുടെ ആശങ്ക കണക്കിലെടുത്താണ് വേദി മാറ്റാനുള്ള തീരുമാനമെടുത്തതെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നത്. നേരത്തെ റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഡ്രോൺ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. PSL-ലെ പെഷാവർ സൽമി കറാച്ചി കിങ്സ് മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു സംഭവം. ആക്രമണത്തിൽ സ്റ്റേഡിയം തകർന്നതായി PCB ചെയർമാൻ മുഹ്സിൻ നഖ്വി പറഞ്ഞിരുന്നു. UAE-ലെ മത്സരക്രമങ്ങളുടെ സമയക്രമവും മറ്റു വിവരങ്ങളും വൈകാതെ അറിയിക്കുമെന്നും PCB വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന വിദേശ താരങ്ങൾ അസ്വസ്ഥരാകുകയും നാട്ടിലേക്ക് മടങ്ങണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. രാജ്യം വിടണമെന്ന ആവശ്യവുമായി വിദേശ താരങ്ങൾ രംഗത്തെത്തിയതോടെ PCB സമ്മർദ്ദത്തിലായി. ജെയിംസ് വിൻസ്, ടോം കറൻ, സാം വില്യംസ്, ക്രിസ് ജോർദാൻ, ഡേവിഡ് വില്ലി, ലുക്ക് വുഡ്, ടോം കോഹ്ലർ കാട്ട്മോർ എന്നീ ഇംഗ്ലീഷ് താരങ്ങളും ഡേവിഡ് വാർണർ, ജെസൻ ഹോൾഡർ, റാസി വാൻഡർദസൻ എന്നിവരും ഇംഗ്ലീഷ് പരിശീലകരായ രവി ബൊപ്പോരയും അലക്സാണ്ടർ ഹാർട്ട്ലിയും ഇത്തവണ PCL-ന്റെ ഭാഗമായി പാകിസ്ഥാനിലെത്തിയിരുന്നു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഭീകരർ നടത്തിയ തീവ്രവാദി ആക്രമണത്തിൽ 25 ഇന്ത്യക്കാർക്കും ഒരു നേപ്പാൾ സ്വദേശിക്കും ജീവൻ നഷ്ടമായിരുന്നു. അതിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു തകർത്തിരുന്നു. പിന്നീട് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുകയും ഇന്ത്യ അത് പ്രതിരോധിക്കുകയും ചെയ്തതോടെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷം തുടരുന്നത്.